ആ ഒരു മലയുടെ ഏറ്റവും മുകളിലായിട്ടൊരു അമ്പലമുണ്ട്. ഏറ്റവും മുകളിലല്ല, ഒരു നടുക്ക്. നിങ്ങൾക്ക് എവിടെ താണ്ട ഈ ഒരു ഒരു വെളുത്ത പദ്ധതി കണ്ടോ ഇവിടെ? അതൊരു അമ്പലം. അത് ഞാൻ കൊല്ലത്തിലുള്ള ഞാൻ കൊല്ലത്തിൽ എന്നാ പാർട്ടിയിട്ട് പറഞ്ഞത് നമ്മളെ കൊല്ലത്തിൽ മീനൂരോ മീനൂർ എൻ്റെ വീട്ടിൻ്റെ അടുത്താ. ഓ അതാണ് മെഡിക്കൽ കോളേജ്. അസിസിയ 5 നില കെട്ടിടം അത് തന്നെ. അവിടെ ഞാൻ പണിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ. അത്ര തന്നെ വെളിയം എൻ്റെ വീട്. ഞാൻ ഈ പടിയെ കയറി വരുന്നത് കുത്തിനുള്ള കയറ്റുക. ഇതാണ് ഏറ്റവും ടോപ്പ്. ആ ഒരു നമ്മൾ കണ്ട അമ്പലം. ഇനി ഇതിൻ്റെ ടോപ്പ് അങ്ങ് മേളിലുണ്ട്. അങ്ങ് ഏറ്റവും ടോപ്പുണ്ട്. അവിടെ ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം കിട്ടിയ സ്ഥലമാണെന്ന് പറഞ്ഞത്. താഴെയുള്ള സ്വാമി. ഓക്കെ, അപ്പോൾ രാവിലെയായി. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പോവാണ്. പോകാൻ സമയമായി. ജസ്റ്റ് 9 മണിയായി. 9 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ ഞാൻ എല്ലാം പാക്ക് ചെയ്ത്, അത്യാവശ്യം എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് തിരിച്ച്. ഇനി ഈ ബാഗും കൂടെ, ഇത് സെപ്പറേറ്റ് ബാഗ് നമ്മളിവിടെ ഇടാൻ പഠിച്ചാണ് എടുത്തേണ്ട ഒന്നെയാണ്. അപ്പോൾ അത് തിരിച്ച് പാക്ക് ചെയ്ത് വയ്ക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം പാക്കിങ് കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് വെച്ച് ഒറ്റ ബാഗിനകത്ത് ഫുള്ളാക്കി. ഹെൽമെറ്റും പിന്നെ നമ്മുടെ വണ്ടിയുടെ ചാവി, വീടിൻ്റെ ബൂട്ട്, ഇതെല്ലാം കൂടെ. ഞാൻ ഇത് രണ്ടും കൂടെ അടുപ്പിച്ചിട്ട് അങ്ങ് കിടന്നു. ഈ ഒരു രണ്ടും കൂടെ അടുപ്പിച്ചിട്ട് ഞാൻ കിടന്ന്. അതുപോലെ തന്നെ മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഈ ഒരു സൈഡ് നല്ല അടിപൊളിയാണ്. അതെന്ന് വെച്ചാൽ വെളിയിൽ ഫുള്ള് തെങ്ങും തൂക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡ് വരുന്നത്. അവിടെ എല്ലാം സ്റ്റേ ആണ്. ആ ഒരു പോർഷൻ അവിടെ സ്റ്റേ ആണ്. അതുകൊണ്ട് ഇവിടെ മൊത്തം സ്റ്റേ ആണ്. അതവിടെ എനിക്കൊന്ന് നോർത്ത് ഇന്ത്യൻസൊക്കെയാണ് തോന്നുന്നു. അവർ തുണിയെല്ലാം കഴുകി വെളിയിൽ ഉണക്കട്ടേക്ക്. അവരൊക്കെ വന്നിട്ട് 3-4 ദിവസമൊക്കെ സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കർണാടകക്കാർ പോയതേ ഉള്ളൂ. അവരൊരു വലിയൊരു KSRTC നിറച്ചു ആളുണ്ടായിരുന്നു. ഇവിടുന്ന് KSRTCയിലാണ് പോയത്. അവർ വന്നേ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. അന്നേരം KSRTC ഒരു ഇതായിട്ട് വണ്ടി വിളിച്ച് വന്നതാണെന്ന് അറിയാൻ വയ്യ. വണ്ടി നിറച്ചു ആളുണ്ടായിരുന്നു. പിന്നെ കോമൺ ബാത്റൂം ആ ഒരു സൈഡാണ്. അവിടെ ഒരു ജെൻസിന് പ്രത്യേകം ഒരു 20 ഇത് വെച്ചിട്ടുണ്ട്, ബാത്റൂമുണ്ട്. പിന്നെ ലേഡീസിന് അപ്പുറത്തെ സൈഡും. അപ്പോൾ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കുക. ഇവിടെ ഇങ്ങനെ ഞാൻ കസാര ഇട്ടിട്ട് ഇവിടെ ഇരിക്കും. ഞാൻ ഇന്നലെ രാത്രി കുറേ നേരം വരെ വിട്ടിരുന്നു. ഇപ്പോൾ രാവിലെ എണീറ്റും കുറേ നേരം വിട്ടിരുന്നു. ഫോൺ കുത്തിയിട്ടേക്കുക. അപ്പോൾ ഫോണും ഇവിടെ കുത്തിയിട്ടേക്കുക. അതുപോലെ തന്നെ പവർ ബാങ്ക് പക്ഷേ ചാർജ് നിൽക്കുന്നില്ല. ഇത് മറ്റേ നമ്മുടെ അമലിൻ്റെയാണ്, മറ്റേ നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവനെ വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ അവൻ്റെയാണ്. പക്ഷേ അവൻ പറഞ്ഞ് ചാർജ് നിൽക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. നിൽക്കുന്നില്ലെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം GoPro മാത്രമേ കുത്തിയിടുന്നുള്ളൂ. അത് അത്യാവശ്യം എന്നാലും കിട്ടുന്നില്ല. ഒരു വട്ടമൊക്കെ GoPro ഫുള്ളാകുമ്പോഴത്തേക്ക് തീരും. അപ്പോൾ ഇനി ഞാൻ പോകാൻ പോവാണ്. നമ്മുടെ മാനേജറാന്ന് തോന്നുന്നു. ഇപ്പോൾ പൂട്ടിയിട്ട് ഇറങ്ങാൻ പോവാണ്. ഇല്ലെങ്കിൽ ചുമ്മാ ഇന്നലെ തന്നിട്ട് പിന്നെ എന്താ ലേറ്റായെന്ന് വയ്ക്കും. നമുക്ക് ഇറങ്ങാം. അയ്യോ, എന്തായാലും വെയിറ്റ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ. മാനേജറാന്ന് തോന്നുന്നു. അത് അവർ പാചകം ചെയ്യാൻ തോന്നുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഇനി സ്വിച്ചൊക്കെ കിടില സ്വിച്ചൊക്കെ. ഒരു മിനിറ്റ് സ്വിച്ച് ഓഫ് ചെയ്യട്ടെ. സ്വിച്ച് പഴയ രീതിയിലുള്ള സ്വിച്ചാണ്. ഇത് ഫാൻ്റെ ലൈറ്റിൻ്റെ. എല്ലാം ഓഫ് ചെയ്ത് വെളിയിലോട്ട് ഇറങ്ങാം. സേഫായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. നമ്മുടെ വണ്ടി അതായിരിക്കുന്ന വണ്ടിക്കകത്തുണ്ടെന്ന് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ബാഗ് ഇങ്ങോട്ട് വയ്ക്കാം. ബാഗ് ഇതിപ്പോൾ ഇതിനകത്തോടെ കെട്ടി വയ്ക്കിയ സൗകര്യം ഉണ്ടായിരുന്നു. ഇതിലേക്ക് കൊള്ളായിരുന്നു. കേട്ടോ, ബാഗും തോളിലിട്ടിരിക്കുമ്പോൾ ഭയങ്കര വെയിറ്റാണ്. നമുക്ക് അടച്ചിട്ടിറങ്ങാം. ഇല്ലെങ്കിൽ പിന്നെ അവർ വന്ന് ചോദിക്കും, കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്താ ലേറ്റായതിനൊക്കെ ചോദിക്കും. എക്സ്ട്രാ ഒരു ദിവസം കൂടെ വേണമെങ്കിൽ അവിടെ പറയണമെന്ന് പറഞ്ഞായിരുന്നു. എക്സ്ട്രാ ഒരു ദിവസം കൂടെ വേണമെങ്കിൽ. ഞാൻ ഇത് അടച്ചിട്ട് ബാക്കി ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതാണ്ട് ഈ ഒരു പോർഷനെ പോലെ തന്നെ ഇതുപോലെ തന്നെ ഒരു സൈഡ് അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പുറത്തെ സൈഡിലും ഒരു റൂമുണ്ട്. പിന്നെ ഇവിടെ തേങ്ങയൊക്കെ കൂട്ടിയിട്ടുണ്ട്. അവിടെ തെങ്ങിൻ തോപ്പിലാന്ന് തോന്നുന്നു.
പിന്നെ ഇതാണ് എൻ്റെ മുറ്റം ഒരു ദിവസത്തെ. നല്ല രസം ഇവിടെ വെളിയിൽ വന്നിരിക്കാം, വൈകിട്ടാണെങ്കിലും രാവിലെ ആണെങ്കിലും. ഒരു വിഷമമുള്ളതെന്ന് വെച്ചാൽ കാലാവസ്ഥ ശരിയല്ലായതുകൊണ്ട് സൺസെറ്റും സൺറൈസും വലുതായിട്ട് കാണാൻ പറ്റിയില്ല. സൺറൈസ് ഒരു ചെറിയൊരു മറ്റേ ചുമപ്പ് കളറുണ്ടല്ലോ, ഒരു റെഡിഷ് കളർ ഉണ്ടായിരുന്നു, പക്ഷെ സൂര്യനെ നല്ലോണം കാണാൻ പറ്റില്ല. പിന്നെ വലിയൊരു വേപ്പന്മാരം നിൽപ്പുണ്ട് അവിടെ. ഇത്രയുണ്ട്, ഇത്രയും റൂമുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ വണ്ടി പടക്കുതിര. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ കണ്ടില്ലേ, ഇതിൻ്റെ ടയറൊക്കെ നല്ല മൾട്ടിപർപ്പസ് ടയറുകളാണ് ഉപയോഗിച്ചേക്കുന്നത്. അത്യാവശ്യം നല്ല ഇത് റോഡിലൊക്കെ നമുക്ക് റഫായിട്ടുള്ള റോഡുകളിൽ ഓട്ടിക്കാൻ പറ്റും. ബാക്കിലാണെങ്കിൽ അതുപോലെ തന്നെ. പിന്നെ അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി. ഇത് ഇറങ്ങിയ ടൈമിൽ എനിക്ക് നല്ലോണം ഇഷ്ടമുള്ള ഒരു വണ്ടിയായിരുന്നു. അന്നേരത്തേക്ക് ഇവ എടുക്കുകയും ചെയ്തു. പിന്നെ DTSI ട്വിൻ സ്പാർക്ക് എഞ്ചിനൊക്കെ യൂസ് ചെയ്തേക്കുന്നത് ബജാജിൻ്റെ. പണ്ടത്തെ നമ്മുടെ പൾസറിനകത്തൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന സ്റ്റിക്കറായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇറങ്ങാം. ഒരു ദിവസം കൂടെ നിന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷേ ബഡ്ജറ്റില്ല. ഇനി വേറൊരു ദിവസം വന്നിട്ട് നമുക്കിവിടെ മറ്റേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും അവന്മാർക്കും വരാൻ പറ്റില്ല. അവന്മാർ 2-3 പേര് വരാമെന്ന് പറഞ്ഞായിരുന്നു. അവന്മാർക്കും ടൈം കിട്ടിയില്ല. വേറൊരു ദിവസം എല്ലാവർക്കും കൂടെ ഒരു ദിവസം വരാം. വന്നിട്ട് ആ ബാത്റൂം അറ്റാച്ച്ഡ് റൂം കൊടുക്കാം. ഇതെടുത്താലും മതി, ഇതെടുത്താലും സൂപ്പറാണ്. എന്തെന്ന് വെച്ചാൽ ആ ബാത്റൂമൊക്കെ നല്ല ഇതാണ്, വൃത്തിയാണ്. അല്ലാതെ അലമ്പായി കിടക്കുന്നതല്ല. കോമൺ ബാത്റൂം എന്ന് വെച്ച് സാധാരണ നമ്മൾ ഈ ഓരോ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ തമിഴ്നാടെന്ന് പറയണ്ട, നമ്മുടെ നാട് അതുപോലെയൊക്കെ തന്നെ കോമൺ ബാത്റൂം എല്ലാം റെയിൽവേ സ്റ്റേഷനിലെ എല്ലാം ഭയങ്കര വൃത്തിയായിട്ട് അലമ്പായിട്ട് കിടക്കുന്നില്ല. ഇത് പക്ഷേ കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ല ബാത്റൂമൊക്കെ. പിന്നെ ഇവിടെ നിന്ന് ഫുള്ള് കിളികളുടെ സൗണ്ട്, നല്ല രസമാണ്. മൊത്തത്തിൽ അന്തരീക്ഷം നിങ്ങൾക്ക് തന്നെ കേൾക്കാമെന്ന് വിചാരിക്കുന്നു, കിളികളുടെ സൗണ്ടും എല്ലാം. പിന്നെ രാവിലെ ഇവിടെ മൊത്തം മയിലായിരുന്നു, ഇവിടെയും അവിടെയും ഈ ടോപ്പിൽ ഇതിൻ്റെ മേളിലും. അന്നേരം നോർത്ത് ഇന്ത്യൻസ് എനിക്ക് തോന്നുന്നു അവിടെ കുറവാണെന്ന് തോന്നുന്നു മയിലൊക്കെ. അവരതിൻ്റെ പുറവേ നടന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം, ആൾക്കാർ വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വിവേകാനന്ദ കേന്ദ്രത്തിലോട്ട് കയറിയിരുന്ന വഴി അതാണ്. അതിൽ നേരെ കയറി വന്ന് ഇവിടെ റിസപ്ഷൻ, പിന്നെ ഹോട്ടൽ ചിത്ര എന്ന് പറഞ്ഞൊരു ഹോട്ടൽ അവിടെ ഉണ്ട്. ഞാൻ ഇന്നലെ കാണിച്ചില്ല, ക്യാൻറ്റീൻ എന്ന് പറഞ്ഞു. അതൊരു ഹോട്ടലാണ്. ക്യാൻറ്റീൻ ചെറുത് അപ്പുറത്ത് ഒരെണ്ണമുണ്ട്, ഇവരുടെ തന്നെയാണെന്ന് തോന്നുന്നു. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു റിസപ്ഷനുണ്ട്. ഇതാണ് റിസപ്ഷനിൽ വന്നിട്ട് നേരെ നമ്മൾ അവിടെ ബുക്ക് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞിട്ട് സിംഗിളായിട്ട് വന്നാൽ കിട്ടാൻ പാടാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു റീസൺ ഇല്ലെങ്കിൽ അവർ തരാൻ പാടാം. കാര്യം പറഞ്ഞാൽ തരും, പക്ഷേ എന്നാലും പാടാം. നേരെ റിസപ്ഷൻ അവിടെ ആളുകളാണ്. അവിടെ വന്നിട്ട് നോക്കിയാൽ മതി. ഇവിടെ റൂംസിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സൺറൈസും സൺസെറ്റും ടൈം ഇവിടെ ഉണ്ട് വെച്ചിട്ടുണ്ട്. റൂം റെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. റൂംസ് കോമൺ ബാത്ത് ഞാൻ എടുത്തത് ഇതാണ്, 100 രൂപ. അതേപോലെ തന്നെ മേളിലോട്ട് നോക്കുകയാണെങ്കിൽ 400 രൂപ മുതൽ 5000 രൂപ വരെ ഉണ്ട്. AC കോട്ടേജ് വിത്ത് 2 ഡബിൾ ബെഡ് റൂംസ്. അഡീഷണൽ പേഴ്സൺ 300 രൂപ വെച്ചിട്ട് ആരും പ്ലസ് GST ഉണ്ട് അത്രയും ഇതിന്. അതേപോലെ തന്നെ ന്യൂ ഹോൾ വിത്തിട്ട് ബെഡ്സിനും GST ഉണ്ട് പ്ലസ്. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ചാവി ഉണ്ടെന്ന് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ലോഡ്ജ് വിവേകാനന്ദ എന്നും പറഞ്ഞ് ക്യാഷ് ബില്ല് നമ്മളടച്ചതും GST എല്ലാ സൈസുള്ള ബില്ല്. അതുപോലെ തന്നെ ഇനി നമ്മൾ കുറച്ച് വെള്ളം പിടിച്ചിട്ട് പോകാം. ഒരു ബാറ്ററി, ഇവിടുന്ന് കുറച്ച് വെള്ളം പിടിച്ചിട്ട് പോകാം. ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ എടുത്തിട്ട് വന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടൈമിങ് കാര്യങ്ങളൊക്കെ, എവിടെയൊക്കെ എപ്പോൾ എങ്ങനെ പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ. വാട്ട് ടു സീ ഇൻ വിവേകാനന്ദപുരം, വാട്ട് ടു സീ ഇൻ കന്യാകുമാരി, വാട്ട് ടു സീ എറൗണ്ട് കന്യാകുമാരി. ഓക്കെ,
അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വിവേകാനന്ദപുരത്തിനകത്ത് രാമായണ ദർശനം അതുപോലത്തെ കുറേ അമ്പലങ്ങൾ, വിവേകാനന്ദ വിക്ടോറിയൽ എക്സിബിഷൻ അത് അവിടെയാണ്, ആ ഒരു സൈഡിലാണ് എക്സിബിഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ റോക്ക് മെമ്മോറിയൽ കേന്ദ്ര, കുറേ പാർക്ക്, റീഡിംഗ് റൂം, ലൈബ്രറിയൊക്കെ ആ ഒരു പോർഷനിലാണ്. നമ്മൾ രാവിലെ പോയില്ലേ സൺറൈസ് കാണാൻ, ഇന്നലെ നമ്മൾ സൺറൈസ് പോയിന്റ് കാണാൻ പോയില്ല അവിടെ. പിന്നെ ബീച്ച് ഗേറ്റ് ഏതൊക്കെ ടൈമിൽ ഓപ്പൺ ആവുന്നതെന്നും കാര്യങ്ങളൊക്കെ. പിന്നെ കന്യാകുമാരിയിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ നമ്മൾ ഇന്നലെ പോയായിരുന്നു, ദേവി കന്യാകുമാരി ടെമ്പിൾ നമ്മൾ പോയായിരുന്നു. പക്ഷേ അതിനകത്തൊന്നും നമുക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. തിരുവള്ളൂർ സ്റ്റാച്ചു നമ്മൾ കണ്ട്, അതുപോലെ തന്നെ എക്സിബിഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. ത്രിവേണി സംഗമം, ടെമ്പിൾ വാക്സ് മ്യൂസിയം ദയവായിട്ട്. പിന്നെ സുചിന്ദ്രാം ടെമ്പിൾ, വട്ടക്കോട്ടെ സർക്കുലർ ഫോറസ്റ്റ്, ശ്രീ ദാത്രേയ മന്ദിർ, വട്ടക്കോട്ടെ സർക്കുലർ ഫോർട്ട്, തിരുപ്പരപ്പ് വാട്ടർഫാൾസ്, ടെക്നോളജി റിസോർച്ച് സെൻറ്റർ, ആഞ്ജനേയപുരം കല്ലുവിളൈ ശ്രീധൻ കൊട്ടാരം, നാഗരാജ ടെമ്പിൾ, കൃഷ്ണനാപുരം പാലസ്, കാര്യങ്ങളെല്ലാം. പാലസ് നമ്മൾ ഇന്നലെ പോയായിരുന്നു, അകത്ത് കയറിയില്ല, ജസ്റ്റ് വെളിയേറി പോയായിരുന്നു. മ്യൂസിയം ആയിട്ട് നമ്മൾ അകത്ത് കയറിയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. വണ്ടിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാം, ഈ ഒരു ഭാഗത്ത് നിന്ന് റെസ്റ്റ് എടുക്കാം. എന്നിട്ട് വെള്ളം അവിടെ അവൈലബിൾ ആണ്, വെള്ളം നിങ്ങൾക്ക് അവിടെ നിന്ന് കുടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഇവിടുത്തെ അമ്പലം കാണിച്ചായിരുന്നു. ഇതാണ് ഇവിടുത്തെ അമ്പലം. ഇത് ഗണപതി ക്ഷേത്രമാണെന്ന് തോന്നുന്നു, ആണ്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മെയിൻ ഗേറ്റിൽ നിന്ന് കയറി വരുന്ന വഴി അതാണ്. അതേപോലെ തന്നെ ഇവിടെ എല്ലാം കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ഒരു മാവ് നിറച്ചും പൂത്ത് വെപ്പുണ്ട്. ഇത് മറ്റേ നൊങ്കാന്ന് തോന്നുന്നു, നൊങ്കിൻ്റെ പന. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയി അവിടെ ഒരു മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോഴേ തുറക്കത്തില്ല, എനിക്കാണെങ്കിൽ ടൈമും ഇല്ല. ഇനി പോയിട്ട് വേറെ നമ്മൾ പോകുന്ന വഴി വേറെ കുറേ സ്ഥലങ്ങൾ കയറാറുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റാക്കണം. അപ്പോൾ എന്തായാലും മുമ്പിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് വിവേകാനന്ദ പിക്ടോറിയൽ എക്സിബിഷൻ. നമ്മൾ കയറി വരുന്നത് അതിലെയാണ്. ഇപ്പം നമ്മൾ വന്നത് ഇങ്ങോട്ട് കയറി വരുന്നത് അതിലേ. എന്നിട്ട് ഇവിടെ തന്നെ ഒരു ഹനുമാൻ്റെ വലിയൊരു പ്രതിഷ്ഠ പോലെ ഉണ്ട്. ഞാൻ അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി കാണിക്കാം. ഫ്രണ്ടിൽ കൂടെ കയറാം. അതുകൊണ്ട് ഇവിടാണ് ശ്രീ രാമായണ ദർശനം, ഭാരത് മാതാ സദനം. അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ ഒരു ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്. ഞാൻ ഫ്രണ്ടിലോട്ട് പോകാം, കുറച്ച് മുമ്പിലോട്ട് പോകാം. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ശിവൻ്റെ പ്രതിഷ്ഠ നമുക്ക് കാണാം. അതേപോലെ തന്നെ അവിടെ ഒരു ഹനുമാൻ പ്രതിഷ്ഠയുണ്ട്. പ്രതിഷ്ഠയല്ലാതെ വലിയൊരു പ്രതിമ പോലെ സ്കൾപ്ചർ നമ്മുടെ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഇവരത് എന്തോ പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഉരുട്ടിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അടിപൊളിയൊരു സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് നോക്കട്ടെ, ഇവിടെ വണ്ടി ഒതുക്കി വെച്ചിട്ട് ഒരു ഫോട്ടോയോ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. നല്ലൊരു വലിയ എൻട്രിയാണ്. നേരെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു പ്രതിഷ്ഠ. അതേപോലെ തന്നെ നമ്മൾ കയറി വരുന്ന ടൈമിൽ ഇവിടെ ഒരു ഹനുമാൻ്റെ നിങ്ങൾക്ക് കാണാം. ഹനുമാൻ്റെ പ്രതിഷ്ഠയുണ്ട്. അതിനുശേഷം എന്നിട്ട് ഇവിടെയാണ് എക്സിബിഷൻ ഹോള്. പക്ഷേ ഇത് എൻട്രി ഫീസ് ഒരു 10-20 രൂപ കൊടുക്കണം. ഞാൻ അതുകൊണ്ട് അകത്ത് കയറിയില്ല. അപ്പോൾ വരുമ്പോൾ കയറാൻ താല്പര്യമുള്ളവർക്ക് കയറാം. ഒരു വലിയ ഹനുമാൻ്റെ പ്രതിഷ്ഠ. ഫ്രണ്ട് കൊള്ളാം, നല്ല രസമുണ്ട്. ഗാർഡനൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് വഴികളൊക്കെയാണ്, അങ്ങോട്ടെല്ലാം ഫുള്ള് വഴിയും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾക്ക് വന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ട് കുറേ ഉണ്ട് ഇവിടെ. പിന്നെ അത് ഹോസ്പിറ്റലാണ്, അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. ബാങ്ക് SBI ഞാൻ ഇന്നലെ വീഡിയോ എടുത്തിട്ടുണ്ട്, അതായത് ആഡ് ചെയ്യാം. ഇത് ക്ലോസ്ഡ്, എൻട്രി ഇല്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്നതും അതിൻ്റെ കുറച്ച് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റുകൾ കുറേ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നേരെ ഇനി പുറത്തോട്ട് പോവാണ്.
പുറത്ത് പോയിട്ട് നമുക്ക് പോകാനുള്ള സ്ഥലത്തോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ വെളിയിൽ നിന്ന് കയറി വരുന്ന എൻട്രൻസ്. ഇതുവഴിയാണ് നമ്മൾ വരുന്നത്, കയറി വെളിയിൽ നിന്ന്. അപ്പോൾ ഒരു സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം, പറയാം, അവരെല്ലാം പറഞ്ഞൊക്കെ തരും. ഇനി നമ്മൾ പോവാണ് വെളിയിലോട്ട്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ പെട്രോളിന് 112 രൂപയുള്ളൂ, ഡീസലിന് 102 രൂപ. ഇന്നലെ 111 പോയിട്ട് സംതിങ് ആയിരുന്നു. ഇന്നലെ ഞാൻ കുറച്ച് അടിച്ചായിരുന്നു അവിടുന്ന്, കന്യാകുമാരിയിൽ നിന്ന്. അവിടെ 111.11 കണ്ടായിരുന്നു, 111 കണ്ട്. ഇപ്പോൾ 112, 102 ഡീസൽ. നമ്മളിവിടെ ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് കുറച്ച് അടിച്ചപ്പോൾ 117 പോയിന്റ് സംതിങ് ആയിരുന്നു എന്ന് തോന്നുന്നു. എത്ര രൂപ വ്യത്യാസം ഉണ്ടെന്ന് നോക്കുക. ഇവിടെ എനിക്ക് തോന്നുന്നത് സ്റ്റേറ്റിൻ്റെ ടാക്സ് കുറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ തമിഴ്നാട്ടിൽ. അതായിരിക്കും ഇത്രയും പ്രൈസ് കുറവ്. 5 രൂപ കൊണ്ട് കുറവുണ്ട്, 5-6 രൂപ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടരാം, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും കാണുവാണെങ്കിൽ അതുപോലെ നിർത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. സ്ഥലപ്പേര് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കും. നമ്മൾ ഏതൊരു സിനിമയിൽ കേട്ടിട്ടില്ലേ പെരുമാൾപുരം എന്ന്? അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലപ്പേര് സിനിമ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഏതൊരു സിനിമയിൽ എനിക്ക് പേര് നല്ല ഓർമ്മയുണ്ട്, പെരുമാൾപുരം. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അവിടെ അമ്പലത്തിൽ ഉത്സവം കണ്ടാകുന്നു. അവിടെ പിന്നെ നിർത്താൻ പറ്റിയില്ല, ഉത്സവം എന്തോ നടക്കും അവിടെ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ട്. അപ്പോൾ ഇനി നേരെ നമുക്ക് പോകാം. കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വീഡിയോയും ഇടാം. ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരുന്ന വഴിയാണ്. കിഡിലൊരു സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയതാണ്. നമ്മളിപ്പോൾ പോകുന്നത് തക്കലയിലാണ്. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് പോകേണ്ട സ്ഥലത്തോട്ട് പോകാൻ. ഞാനത് തക്കല എത്തിയിട്ട് പറയാം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. ബാക്കി വീഡിയോയിൽ കാണാം. കിഡിലെ സ്ഥലമാണ് കേട്ടോ, താമരക്കുളമാണ് ഫുള്ള്. അവിടെ ഈ സൈഡും ഫുള്ള് താമരക്കുളം. നിറച്ച് താമരയെ പിടിച്ച് കിടപ്പുണ്ട് അവിടെ ഇവിടെ എല്ലാം. ഈ സൈഡ് ഫുള്ള് താമരക്കുളം. അതൊക്കെ ഇവിടെ താമര, ഒരുവിധം താമര എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. കൂട്ടം നിൽക്കുന്നിടത്തല്ല, പിടിച്ചിരിക്കുന്നിടത്ത് പോവും. ഇതിലാണ് ഞാൻ ഇങ്ങോട്ട് ഇന്നലെ വന്നപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ പെട്ടെന്ന് വരണമെന്നുള്ള വേണ്ടി പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല. അതുമല്ല, തിരിച്ച് നമ്മൾ ഈ ഒരു ടൈമിൽ രാവിലെ വരുന്നതിനുണ്ടായതുകൊണ്ട്. ആ ഒരു മലയുടെ ഏറ്റവും മുകളിലായിട്ടൊരു അമ്പലമുണ്ട്. ഏറ്റവും മുകളിലല്ല, ഒരു നടുക്ക്. നിങ്ങൾക്ക് എവിടെ വേണ്ട ഈ ഒരു വെളുത്ത പദ്ധതി കണ്ടോ ഇവിടെ? അതൊരു അമ്പലം. അത് ഞാൻ നോക്കട്ടെ, അതിൻ്റെ ഒരു പിക്ചർ എൻ്റെ ഫോണിൽ സൂം ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് നേരമായിട്ട് ശ്രദ്ധിക്കുന്ന ആ അമ്പലം, അതെങ്ങനെ അങ്ങോട്ട് പോകുന്നതെന്നുള്ള കാര്യം ചെയ്യാൻ വയ്യ. അത്രയ്ക്കും ആ ഒരു നല്ല ഹൈറ്റിലാണ്, ആ ഒരു മലയുടെ പകുതി ഹൈറ്റിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ അവിടെ ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ കണ്ട സ്ഥിതിക്ക് അവിടെ നിന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. എൻട്രൻസ് വഴി നമ്മളങ്ങോട്ട് പോവാം. എന്തോ സംഭവം ഒന്നും എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പോൾ അതാണ് ആ ഒരു മല. പോയി നോക്കാം. എനിക്ക് തോന്നുന്ന ഹെവി ആയിരിക്കുമെന്ന്. വഴി പോകുന്ന വഴിയും കാര്യങ്ങളായിട്ട് പാലക്കാട്ടിൽ നിന്ന് കുറേ മക്കൾ വന്നു. എല്ലാ സ്ഥലത്തിൽ നിന്ന് വരും. കൊല്ലം, കൊച്ചി, ഇടുക്കി. ഞാൻ കൊല്ലത്തിലുള്ള ഞാൻ കൊല്ലത്തിലെ പാർട്ടിയിട്ട് പറഞ്ഞത് നമ്മളെ കൊല്ലത്തിൽ മീനൂര് എൻ്റെ വീട്ടിൻ്റെ അടുത്താ. ഓ, അതാണ് മെഡിക്കൽ കോളേജ്. അസിസിയ.
ആ 5 നില കെട്ടിടം. അത് തന്നെ. ആ അവിടെ എനിക്ക് ഞാൻ പണിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ. അത്ര തന്നെ വെളിയം എൻ്റെ വീട്. നമ്മളെ ഇവിടെ പീപ്പിളി തരുമോ? കൊല്ലത്തിലിരുന്ന് ഞാൻ വരുമ്പോൾ 10 രൂപ ടിക്കറ്റായിരുന്നു. ആ എങ്ക വരെ? കാലേജ് വരെ. മീനൂർ. ആ മീനൂർ വരെ. കൊല്ലം വന്ന് മീനൂർ വണ്ടി ഇഷ്ടം പോലെ വണ്ടി. ആ ഉണ്ട്. മീനൂരിൽ നിന്ന് പിന്നെ അങ്ങോട്ട് പോകാനാ കുറച്ച് വണ്ടി കുറച്ചേ ഉള്ളൂ. ടക്കറൊക്കെ ഉണ്ട്. ആ അപ്പോൾ ഇപ്പോൾ ഉള്ള ബീറ്റ് വരണമെങ്കിൽ എൻ്റെ ഇഷ്ടം പോലെ വന്നത് കൊണ്ട് എവിടെയെങ്കിലും പോകണം അവരെ നോക്കിയിട്ട് പോവാം. ടെമ്പിൾ വരെ പോയിട്ട് വരാം അല്ലേ? ആ അവിടെ വന്ന് പോകുമ്പോൾ വെള്ളം എന്തെങ്കിലും കളിക്കാൻ വല്ല എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാം. എല്ലാം കളിക്കാനോ? ഇല്ലില്ല, ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ കന്യാകുമാരിയിൽ നിന്ന്. ഇന്നലെ അവിടെ സ്റ്റേ ചെയ്തിട്ട് വരുവാ. കുട്ടണി വരുമെങ്കിൽ ഇതിലൂടെ ചുരുമാ പിള്ളേ. ഇല്ലില്ല, കുഴപ്പമില്ല, ഞാൻ പോയിട്ട് വന്നോളാം. പോയിട്ട് വരാം. ഒറ്റ വഴിയില്ലയോ? ഓക്കെ പോയിട്ട് വരാം, കുഴപ്പമില്ല. പേരെന്താ? എൻ്റെ വീട് ഇതാ. എൻ്റെ പേര് രാജേന്ദ്രൻ. നമ്മളിവിടെ ഇത് നാരായണപുരം അമ്പലം. ആ ഗുരുദേവൻ്റെ. ഏതാ അപ്പുറോ? ഇതാ കാണുന്ന കെട്ടിടം. ഇതോ? ഓ ഇവിടെ 2 ഗേറ്റും ഒക്കെ ഉണ്ട്. പാർക്കിംഗ് ഉണ്ട്, ബസ് പാർക്കിംഗ്. ഇവിടെയൊക്കെ ബസ് തിരിക്കാൻ പറ്റില്ല. ഇവിടെ ഒന്ന് തിരിച്ചിട്ട് അങ്ങോട്ട് പാർക്കിംഗ് വിടും. ഇതെന്തോ? ഇത് അമ്പലം. ഇതമ്പലോ? ഓ അത് മുരുകന്. എന്നിട്ട് ഇവിടെ കയറിയിട്ടാണ് നമ്മള് മേളിലോട്ട് പോന്നെ. ഇതിലേ പോകുമ്പോഴേ കാണാം. അതെല്ലാം ഇവിടെ നിന്നേ സ്റ്റെപ്പ് തന്നെ. ഞാൻ ഒന്ന് പോയിട്ട് വരാം. പോയിട്ട്. ടെമ്പിള് മറ്റും പോകണമെങ്കിൽ എത്ര ടൈം എടുക്കും? ടെമ്പിള് മാത്രം പോകണമെങ്കിൽ എത്ര ടൈം എടുക്കും? അത് 2 മണിക്കൂർ 1.5-2 മണിക്കൂറാണ്. ടെമ്പിള് മാത്രം ഏറ്റവും ടോപ്പില്. അവിടെ ഗുരുദേവൻ താമസിക്കുന്ന ഗുഹമുണ്ട്. ഗുരുദേവൻ താമസിക്കുന്ന ഗുഹമുണ്ട് അവിടെ ഏറ്റവും ടോപ്പിലോ? ടോപ്പില്. അവിടെ ഒരു ചെറിയ ഹനുമാൻ ആഞ്ജനേയ ക്ഷേത്രമുണ്ട്. അതിൽ കാണാൻ നമ്മളെ ദീപത്തിന് തൊട്ടിട്ട് ദീപം കൊടുക്കുന്നത്. ദീപം അണ്ണാമല ദീപം അതവിടെ ഉണ്ട്. അത് വർഷത്തിൽ ഒരു കൊല്ലത്ത് ഉത്സവം എന്ന് ഇവിടെ തീർത്ഥാടനത്തിന് ഒരു 10 ദിവസം ഉത്സവം ഇവിടെ കാണും. ഇവിടെ വരുന്ന പാർട്ടി ഇവിടെ കേരള പാർട്ടി തന്നെ അത്രയും വരും. മാറി ഇവിടെ ഉത്സവമാണ് ഇംഗ്ല അമ്പലത്തിൽ. അത് പങ്ങിനി മാസം തന്നെ ഉത്തരം. ഇതാ ഗുരുദേവന്റെ ആശ്രമം. അവിടെ സ്വാമിമാരൊക്കെ ഉണ്ട്. ഞാൻ മേളിലോട്ടൊന്ന് പോയിട്ട് വരാം. നീ വന്നത് നോക്കി ഭഗവാനെ നനച്ചിട്ട് എവിടെയെങ്കിലും എൻ്റെ കോർണ കളിയൊരു വീട്ടെടുത്ത് നോക്കിട്ട് പോവാ. അത്ര തന്നെ. അപ്പോൾ നമ്മുടെ ബാഗൊക്കെ നമ്മൾ അവിടെ കൊടുത്ത് ആ കടയിൽ കൊടുത്ത് എന്നിട്ട് എൻ്റെ ഒരു കുഞ്ഞ് ബാഗ് എടുത്തിട്ടുണ്ട്. എടുത്തിട്ട് നമ്മൾ മേളിലോട്ട് പോവാണ്. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡോണ്ട് യൂസ് പ്ലാസ്റ്റിക്സ് കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. റിലേറ്റീവ്സ് മിക്കവാറും ഞാനും ഒരു വലിവാവും. ഒരാവേശത്തിന് ഇറങ്ങി തിരിച്ചതാണ്. എന്തോ ആവും. അമ്പലം കണ്ടപ്പോൾ കണ്ട് നോക്കണമെന്ന് തോന്നി. 1/2 മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞത്. വേറെ ഞാൻ അതിൽ കൂടുതലെടുക്കും. കന്യാകുമാരി വന്നരാ ഇന്നലെ അവിടെ സ്റ്റേ ചെയ്ത. ഇന്നലെ അവിടെ മറ്റേ വിവേകാനന്ദ കേന്ദ്ര
100 രൂപ ഒരാളിന് തനിയെ ഒരാളിന് കൊടുക്കുമോ? രണ്ടുപേരും ഇല്ല, പാടാ. ഒരാൾക്ക് കിട്ടാൻ പാടാ. നിങ്ങൾ എങ്ങനെ എടുത്തത്? ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് യൂട്യൂബ്. ആ ശരി, യൂട്യൂബ് ഉണ്ടാ? ആ, ചെറുതായിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട്. കാര്യം പറഞ്ഞപ്പോ തന്നു. ആദ്യമേ തന്നില്ല, മാനേജർ അടുത്ത് സംസാരിച്ചിട്ടാ. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ ആ കടയിലിരുന്ന അണ്ണം പറഞ്ഞ് അവിടെ ഒരു ആശ്രമം ഉണ്ടെന്ന്. ഇത് ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിന്റെ ഇത്. ലോകം മുഴുവൻ സുഖം വരണമെന്നുള്ള ധ്യാനം, ജപം എല്ലാമാണ് നമ്മൾ ഈ ജലത്തിൽ കിടന്ന് ചെയ്യുന്നത്. ജപിക്കുക, പിന്നെ തപസ് ചെയ്യുക. ഇത് എന്തിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോക സമാധാനത്തിന് വേണ്ടി, ശാന്തി, സമാധാനം. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ മാത്രമല്ല, ലോകം പൂര സുഖം വരണം. എല്ലാ മനുഷ്യരാശികൾക്കും സമാധാനം, ശാന്തി, ഐശ്വര്യം, ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ രോഗത്തിൽ നിന്ന് വിമോചനം എല്ലാം ഉണ്ടാകുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഒരു യജ്ഞം ആണ് ഈ കാണിക്കുന്നത്. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും കൂടെ? യോഗ സാധന തന്നെ, പ്രാണായാമത്തുള്ള ചെയ്യുന്നത് ഇത് തന്നെ ചെയ്യുന്നത്. നമ്മൾ ജപം ചെയ്യുന്നു, തപം ചെയ്യുന്നു. തപസ്സും ജപവും യോഗശാന്തിക്ക് വേണ്ടി. ഇവിടെ ഇപ്പം എന്തായിട്ടാണ് നിൽക്കുന്നത്? ഇപ്പം ആശ്രമത്തിൽ ഒരു അന്തേവാസിയായിട്ട് നിൽക്കുകയാണ്. ചട്ടമ്പി സ്വാമി ആശ്രമം, തീർത്ഥപാദം. എൻ്റെ പേര് കേരളത്തിൽ ദിവാകര സിദ്ധയോഗി എന്നൊരു പേരുണ്ട്. പിന്നെ പരഞ്ജ്യോതി ബാബ എന്ന് എനിക്ക് വേറൊരു പേരും ഉണ്ട്. എല്ലാ പേരും നമ്മുടെ പേര് തന്നെ, എന്നാലും ഈ ടൈറ്റിലുണ്ട്. ഇപ്പൊ അമ്പലത്തിന്റെ എന്താണ്? അമ്പലം ഇത് ഇദ്ദേഹം വേറൊരാളും ഉണ്ട്. അവർക്ക് സപ്പോർട്ടായിട്ട് നമ്മളിവിടെ വന്ന് ചുമ്മാ ഒരു സപ്പോർട്ട് ചെയ്യുന്ന മാതിരി ഇവിടെ വന്നിരിക്കും. ഒന്നുമില്ലെങ്കിലും രണ്ടുപേര് കരിയിലെ അത് എടുത്ത് മാറ്റും, അത്ര. ആ താഴത്തെ ആശ്രമത്തിലാണോ നിൽക്കുന്നത്? അല്ലല്ല, അതിൻ്റെ രണ്ടാമത്തെ ഗേറ്റില് എതിരെ ഒരു പഴയ ആശ്രമമുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും പഴയ ആശ്രമം, തീർത്ഥപാദം, ചട്ടമ്പി സ്വാമിയുടെ. ഇത് ശ്രീനാരായണ ഗുരുവിന്റെ അല്ലേ? അവർ രണ്ടുപേരും കൂടെയാണ് ഈ മലയിൽ വന്നത്. സ്വാമി വെള്ളത്തിൽ കിടക്കുമ്പോൾ ഗരുഡൻ മുകളിലൊക്കെ ഇറങ്ങും. ഞാൻ കണ്ണാലെ കണ്ടത്. സ്വാമി പറഞ്ഞു തന്നെ തണ്ണി വെള്ളത്തിൽ ഇറങ്ങി. അപ്പം ഞാൻ എങ്ങനെ എന്നിട്ട് നമുക്ക് അറിയില്ല. പിന്നെ സ്വാമി വെള്ളത്തിൽ കിടക്കുമ്പോൾ ഞാൻ മുകളിൽ നോക്കുമ്പോൾ 11:30 മണി. അപ്പം നമുക്കൊന്ന് മൊബൈൽ വെച്ചിട്ട് അങ്ങനെ എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തിട്ടില്ല. ജൈവ ഭാഗം അങ്ങനെ എടുക്കണം. രാവിലെ സ്വാമി ഇറങ്ങിയാലേ നമുക്ക് മുകളിലുള്ള വെട്ടമില്ലല്ലോ, സൂര്യൻ്റെ ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കണ്ടോ, സ്വാമി കിട്ടത് എങ്ങനെയാലും 1 മണിക്കൂറുണ്ടായിരുന്നു വെള്ളത്തിലെ. പിന്നെ സ്വാമി ഇറങ്ങി പുറത്തുനിന്ന്. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ വരുന്നതിൻ്റെ ഒരു 10-11 ആളുകൾ ഇവിടെ വരും. അപ്പോൾ കഴിഞ്ഞ കൊറോണയ്ക്ക് വന്നില്ല. പിന്നെ അതിനു മുമ്പൊക്കെ ആണെങ്കിൽ ഇവിടെ ഭയങ്കര ഉത്സവ കടകളും കമ്പോളങ്ങളും ഒക്കെ റോഡിൽ കിട്ടും. അമ്പലത്തിന്റെ ഉത്സവം അതോ ഗുരുദേവന്റെ വരുന്ന തീർത്ഥാടകർ ആ സമയമാകുമ്പം? ഇവിടെ അന്നേരം ഇവിടെ ഫുള്ള് തിരക്കായിരിക്കും അല്ലേ? അമ്പലവും താഴത്തെ ആശ്രമം എല്ലാം. 29, 30, 31, 1 ഇങ്ങനെ ഈ 4 ദിവസങ്ങളിൽ കൂടുതൽ ആള് വരും. നമ്മൾ ഇനി ഏതായാലും വന്നതെല്ലാം കണ്ടായാലും പരിചയപ്പെട്ടായാലും വലിയ സന്തോഷം. നല്ല ഒരു ഭാവി ഉണ്ടാവണം. 14 വയസ്സ് വരെ എല്ലാം അഭ്യസിച്ചതാണ് യോഗ. എനിക്കൊരു 16 വയസ്സായപ്പോൾ തന്നെ ഇത് സിദ്ധിയായി. അത് പിന്നെ ഇടയ്ക്ക് വെച്ച് പലപ്പോഴൊക്കെ ചെയ്യും. ആമാ, ഞാൻ ആദ്യം ഒരുപാട് മാർഗങ്ങൾ ഈ ആത്മീയമായിട്ട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ അഖോരി, കാശിയിൽ അഖോരി ഇവിടെ ചെന്നത് ഇത് സ്വീകരിച്ചിട്ടുണ്ട്. അത് പോയിട്ട് ഗിരി പരമ്പര, ഈ നാഗം, അതിൽ നിന്ന് ഞാൻ ഉപദേശം സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഭക്തി മാർഗത്തിൽ, പിന്നെ നാദ് സമ്പ്രദായത്തിൽ ഒരുപാട് സമ്പ്രദായങ്ങൾ ഞാൻ ആത്മീയമായിട്ട് ഇങ്ങനെ പലതും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കടയോഗ സാധനം, ഇത് കടയോഗ സാധനം. ഇത് ബുദ്ധിസ്റ്റുകൾ ചെയ്യുന്നതാണ്. ഈ വെള്ളത്തിൽ ഒരുപാട് അഭ്യാസങ്ങൾ അറിയാം. ഈ തായ്ലൻഡ് ബുദ്ധിസ്റ്റുകളുണ്ട്, അവര് കൂടെയൊക്കെ നമ്മൾ പഴകിയിട്ടുണ്ട്. എങ്ങനെയാണ് പോയോ മുകളിലൊക്കെ? കുറച്ച് ദൂരം പോയി. ഇവിടെ ഈ കയറി വരുന്ന വഴി മൊത്തം ഓരോരോ കെട്ടിടങ്ങളുണ്ട്. അമ്പലങ്ങളുടെ തന്നെ ഓരോ ഭാഗങ്ങളുണ്ട്.
അപ്പോൾ ഇതെല്ലാം അമ്പലങ്ങളുടെ തന്നെ ഓരോരോ ഭാഗങ്ങളാണ്. അതും ഈ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല നടുക്കൊരു അമ്പലം ഉണ്ടെന്ന് മലയുടെ, അവിടെ വരെ ഇതുപോലത്തെ നല്ല പടിയുണ്ട്. പിന്നെ അങ്ങ് ടോപ്പിൽ പോകാം മലയുടെ, അത് പക്ഷെ പടിയൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്ത് പോകുന്നില്ല. അതും അവിടെ ഒരു ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ട്, തപസ് ചെയ്ത് സ്ഥലവും കാര്യങ്ങളും. പിന്നെ നമ്മൾ താഴെ വെച്ചൊരു സ്വാമിയെ പരിചയപ്പെട്ടായിരുന്നു കയറി വരുന്ന വഴിക്ക്. സ്വാമി അവിടെ ചട്ടമ്പി സ്വാമികളുടെ ഒരു ആശ്രമമുണ്ട്, അവിടെയാണ് താമസിക്കുന്നത്, അവിടുത്തെ അന്തേവാസിയാണ്. അതുപോലെ തന്നെ താഴെ ഒരു ഗുരുദേവൻ്റെ ആശ്രമമുണ്ട്. അതാ പറഞ്ഞ ശിവഗിരി തീർത്ഥാടനമൊക്കെ വരുന്ന ടൈമിൽ അവിടെ ഭയങ്കര തിരക്കായിരിക്കും ആ ഒരു ടൈമിൽ ഇവിടെ അമ്പലത്തിലും. പിന്നെ ഇവിടെയും ഇടയ്ക്കിടയ്ക്ക് മലയാളികൾ വരും. ഇന്നലെ എനിക്ക് തോന്നുന്നു പാലക്കാട് നിന്നൊക്കെയോ കഴിഞ്ഞ ആഴ്ചയൊക്കെ വന്നെന്ന് പറയുന്ന കേട്ടോ. താഴെ നമ്മുടെ കടയിലേ, അയ്യോ നമ്മൾ ഇത്രയും സ്ട്രെയിൻ എടുത്തിപ്പോൾ കുറേ നാളായി. മറ്റേത് ഇടയ്ക്കിടയ്ക്ക് കുറേ നടക്കുമായിരുന്നു, ഇപ്പം നമ്മൾ നടത്തമൊക്കെ കുറവാണ്, മിക്കവാറും വണ്ടിക്കകത്തൊക്കെ ഇങ്ങ് പോവും. അത് ഭയങ്കര പണിയാണ്. അത് ഇപ്പോഴാണ് ആ ഒരു ക്ഷീണം അറിയുന്നത്. പളനി പോയപ്പോഴും പിന്നെ നമ്മുടെ മറ്റേ സ്ഥലമുണ്ടല്ലോ പളനിയല്ല, ചെങ്കോട്ടയിലെ അമ്പലത്തിലും എല്ലാം നമ്മൾ നടന്ന് നമ്മുടെ ഊപ്പാട് വന്ന് നട്ടും പോട്ടും എല്ലാം ഇളവ് നല്ലതാണ്. ചുമ്മാ ഇങ്ങനെ ഒത്തിരി സ്ട്രെയിൻ എടുക്കാതെയൊക്കെ ഇരിക്കുന്നത് മൊത്തത്തിൽ ഇളവും കാര്യം ചെയ്യുമൊക്കെ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഞാൻ ഈ പടിയെ കയറി വരുന്നത് കുത്തിനുള്ള കയറ്റമാണ്. ഇവിടെ ഫുള്ള് ചീവടിൻ്റെ സൗണ്ട്. മല ഇത്ര കയറിയതേ ഉള്ളു, അപ്പം തന്നെ എനിക്ക് കാണാം ആ ഒരു ഭംഗി. ഇത് മാത്രമല്ല, നമുക്ക് ഇനിയും കുറേ വീഡിയോസ് എടുക്കാനുണ്ട്. നമ്മളാ കയറി വരുന്ന കഴിക്കേണ്ട സ്വാമി ഫുള്ള് വെള്ളത്തിലൊക്കെ ഒരു മണിക്കൂർ ഒക്കെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അന്നേരം അത് ഈ വീഡിയോയുടെ ഇടയ്ക്ക് ആഡ് ചെയ്യാം. പുള്ളി യോഗയും കാര്യങ്ങളുമൊക്കെ ചെയ്താണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. പുള്ളി തന്നെ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നൊരു വീഡിയോ ചെറിയൊരു ക്ലിപ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വന്നത് ഈ അമ്പലം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. താഴെ നിന്ന് കണ്ടപ്പോഴേ ഒന്ന് കയറണമെന്ന് വിചാരിച്ചേ, പിന്നെ ടൈം കിട്ടുമില്ലോ എന്ന് അറിയാത്തതുകൊണ്ടാണ് കയറാഞ്ഞത്. അയ്യോ, അമ്പലം എത്താറായെന്ന് തോന്നുന്നു. മരുത്വാമല പരമാർത്ഥലിംഗ സ്വാമി ശിവാലയം, അങ്ങനെ അമ്പലത്തിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. നമ്മൾ ഏറ്റവും ടോപ്പിൽ പോകുന്നില്ല, ടോപ്പിൽ പോയാൽ ഭയങ്കര വെയിലുമാണ്, നമുക്ക് താഴെ പോകാനും പാടാം. പിന്നെ തിരിച്ച് ഏറ്റവും ടോപ്പിൽ ഒരമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളെന്തായാലും ഇപ്പം ഞാൻ ഏറ്റവും ടോപ്പിലല്ല, ഇപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട്, ഫസ്റ്റ് അമ്പലം, അവിടെ നിൽക്കും. ഇനി ഇതിൻ്റെയും ടോപ്പിലൊരു അമ്പലമുണ്ട്, എന്നിട്ട് ഏറ്റവും ടോപ്പിൽ വേറൊരു അമ്പലമുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെരുപ്പ് ഊരിയിട്ടത് എടുക്കാൻ പോയതാണ്, കയറിക്കൊണ്ടിരിക്കുക. നിങ്ങൾ വരുന്ന വഴിക്ക് നിങ്ങൾക്കിവിടെ വെള്ളമൊക്കെ മേടിക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട്. വെള്ളം, മോര്, പച്ചമോരാണ്, പച്ചമോര്, വെള്ളം, നെല്ലിക്ക, പിന്നെ അല്ലാതുള്ള രുദ്രാക്ഷമാലകളൊക്കെ ഉണ്ട് പലതരത്തിലുള്ളത്. കാര്യങ്ങൾ, പിന്നെ മാങ്ങപ്പിലിട്ടതും എല്ലാം ഉണ്ട്. മലയിലാണോ? ആ, എവിടെ വീട്? നെയ്റ്റിങ്ങരെ. ആ, മലയാളികളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് അല്ലേ? ഇപ്പോൾ കന്യാകുമാരി പോയിട്ട് വരും, അവിടെ ചെന്നപ്പോഴും കൂടുതൽ നോർത്ത് ഇന്ത്യൻസും പിന്നെ കൂടുതൽ മലയാളികളും. ആ
താമസം ഇവിടെ തന്നെയാണോ? എവിടെ? ഗുഹയിലോ? ആ ഹാ. ഇന്നലെ ഇവർ പൂജ കഴിയുമ്പോഴത്തേക്ക് അവിടെ കിടക്കൂ രാത്രി. പോട്ടെ, ഞാൻ മേളിലോട്ടൊന്ന് പോയിട്ട് വരാം. അടുത്ത് അതാ അല്ല, വെള്ളം ഒരു കൊച്ചു കുപ്പി കയ്യിലിരിപ്പുണ്ട്. ഞാൻ കന്യാകുമാരി ഇന്നലെ നിന്നിട്ട് വരുവാ, സ്റ്റേ അടിച്ചിട്ട് വരുവാ. എൻ്റെ കൊല്ലത്ത് വെളിയെന്ന് പറയും. അടുത്ത അമ്പലം എവിടാ? ഒത്തിരി പോണോ? ഗുഹയായിരുന്നു. അത് വേറൊരു ദിവസം വരാം. ഇപ്പോൾ ടൈമില്ല. ഞാൻ വേറെ ഒരു സ്ഥലത്ത് കൂടെ പോകണം. മറ്റേ നട പൂട്ടിയല്ലേ, അവിടെ പോയി കാണാമല്ലോ. ആ, പോയിട്ട് വരാം. അപ്പോൾ ഇവിടെ കയറി വരുന്ന വഴിയാണ് ആ ഒരു ഗുഹാക്ഷേത്രം. ഞാൻ താഴത്തെ ഒരു അമ്പലത്തിൽ കയറിയായിരുന്നു. അത് നല്ല രസമുണ്ട് കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ട് ഒരു ഗുഹാക്ഷേത്രം കണ്ടിട്ടുണ്ട്. നമ്മുടെ അവിടെ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഗുഹാക്ഷേത്രം കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ മേലോട്ട് ഇത് കുരങ്ങ പോണ്ട് ഇവിടെ താഴെ. ഉപദ്രവിക്കുമോ അതുകൊണ്ടിരിക്കുന്നു. 2 കുരങ്ങന്മാരുണ്ട്. ഇതാണ് നമ്മൾ താഴേന്ന് കണ്ട ഗുഹാക്ഷേത്രം. തോന്നുന്നു താഴത്തെ ഗുഹാക്ഷേത്രമാണ് ഞാൻ ഇപ്പം കയറി വരുന്നത്. അത് നമുക്ക് അങ്ങ് അകത്ത് കയറിപ്പോവാം ഗുഹാക്ഷേത്രത്തിൻ്റെ. ഇവിടെ ചെറിയൊരു കുളവും കാര്യങ്ങളും ഉണ്ട്. ക്ഷണിച്ച് നടന്ന നാളെ ഇത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിടാം. ഈ ഒരു വീഡിയോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോകാം. അവിടെ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തപസ്സിരുന്ന ഗുഹയാണെന്നാണ് എൻ്റെ അടുത്ത് താഴെ പറഞ്ഞു തന്നത്. അപ്പോൾ അവിടെ നമുക്ക് വേറൊരു ദിവസം വരുമ്പോൾ പോകാം. എനിക്കിനി വേറെ കുറച്ച് സ്ഥലങ്ങളെല്ലാം പോകാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇന്നൊരു ദിവസം പറ്റത്തില്ല. ഇതാണ് വ്യൂ ഇവിടെ നിന്നുള്ള. വ്യൂ ആണ്. താഴത്തെ അനൗൺസ്മെൻ്റൊക്കെ ഇവിടെ കേൾക്കാം താഴെ. ഇവിടെ വന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ നാട്ടിലടക്കമല്ല, ഇവിടെ ഒരു ഏരിയ തന്നെ കുറേ അമ്പലങ്ങൾ കാണും. ഇഷ്ടംപോലെ അമ്പലങ്ങൾ. അവിടെ എല്ലാം ഗോപുരങ്ങൾ കാണാം. അങ്ങ് ദൂരെ ഒരെണ്ണം കാണാം. അതുകൊണ്ട് അവിടെ പിന്നെ അത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ആശ്രമമാണെന്ന് തോന്നുന്നു. ഏതോ ഒരു ഗുരുദേവൻ്റെ, അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമമാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശ്രമം. അതുപോലെ തന്നെ വേറെ കുറേ ഉണ്ട് ഇവിടെ എല്ലാം. അത് ബൈപ്പാസ്, മെയിൻ ബൈപ്പാസ് പണി തീർന്നിട്ടില്ല, പണി നടക്കുന്നേ ഉള്ളൂ. അവിടെ ഇവിടെ ആയിട്ടൊക്കെ നിൽക്കുകയാണ് പണി. അതാണ് നമുക്ക് കുറച്ചിടയ്ക്കൊക്കെ വഴി മോശമാണ് കന്യാകുമാരിയിലോട്ട് പോകാൻ. പക്ഷെ ബൈപ്പാസ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒറ്റ വരിയിൽ പോവാം. അതുമാത്രമല്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എപ്പോഴും അമ്പലമല്ലേ ഇടുന്നതെന്ന്. കൂടുതലും ഞാൻ ഈ വരുന്ന വഴിയുള്ള അമ്പലങ്ങളുണ്ട്. എനിക്ക് അമ്പലങ്ങളൊക്കെ പോയി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല വലിയൊരു ഭക്തനല്ല, പക്ഷേ എനിക്ക് എല്ലാ അമ്പലങ്ങളിലും പോകാൻ ഇഷ്ടമാണ്. ഞാനിതൊരു പോയിട്ടില്ലാത്ത അമ്പലങ്ങളൊക്കെ കൂടുതൽ പോയി കാണാൻ ശ്രമിക്കുക. എനിക്ക് കൂടുതലും അവിടുത്തെ ആ ഒരു അമ്പലത്തിൻ്റെ രൂപകൽപ്പനയും അതിൻ്റെ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര താല്പര്യമാണ്. പിന്നെ ഇതാണ് ടോപ്പിലെ അമ്പലം. ചെരുപ്പിട്ടുകൊണ്ട് കയറാമെന്ന് അറിഞ്ഞൂടാ, നോക്കാം. ഇതിലൊറ്റ വഴിയേ ഉള്ളൂ. ഇവിടെ ഇരിക്കാം, കിടക്കാം. ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ദോശയാണ്ട്. അണ്ണാ ആണോ?
ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുണ്ട്. ഇത് ഹനുമാൻ പ്രതിഷ്ഠയാണ്. അതുപോലെ തന്നെ ഈ ഒരു അമ്പലവും. ഇതാണ് ഏറ്റവും ടോപ്പ്. ആ ഒരു നമ്മൾ കണ്ട അമ്പലം. ഇനി ഇതിൻ്റെ ടോപ്പ് അങ്ങ് മേളിലുണ്ട്. അങ്ങ് ഏറ്റവും ടോപ്പുണ്ട്. അവിടെ ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം കിട്ടിയ സ്ഥലമാണെന്ന് പറഞ്ഞത് താഴെ ഇരുന്ന സ്വാമി. അപ്പോൾ ഒക്കെയാണ് വ്യൂ. നമ്മളങ്ങ് താഴെ റോഡ്, ആ റോഡിലാണ് നമ്മൾ ഈ ഇത് കണ്ടത്, അമ്പലം. ഓക്കെ, നമ്മളിനി തിരിച്ചു പോകണം. മേളിലോട്ട് പോകുന്നില്ല. മേളിൽ വേറൊരു ദിവസം വരുമ്പോൾ കയറാം. രാവിലെ വന്ന് കയറണം. ഇപ്പോൾ വെയിലാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് അതാണ്ട് ഇവിടെ കുളം. ഈ വഴി, ഈ ഒരു വഴി കണ്ടില്ലേ, ഇതാണ് അങ്ങ് മേളിലോട്ട് പോകുന്നത്. അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ടോപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ആരോ ഇട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഞാൻ കുറച്ചൊന്ന് പോയി കാണിക്കാം. അങ്ങ് ടോപ്പിൽ പോകുന്നില്ല, കാടാന്ന് തോന്നുന്നു കേട്ടോ. വഴിയുണ്ട്, കുറേ പേര് മേളിലോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് താഴെ ചോദിച്ചപ്പോൾ. ഈ ഒരു വഴി മേളിലോട്ട് പോകണം. അവിടെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ കുറച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു വിഷ്വൽ, ഇനി അങ്ങോട്ട് ഈ ഒരു മലയുടെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള കുറച്ച് വിഷ്വൽസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് അയച്ചു തന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ്, അർജുൻ എന്നാണ് പേര്, കോഴിക്കോട്ടുകാരനാണ്. ഞാൻ അന്ന് പരിചയപ്പെട്ട ഒരാളാണ്. ഞാൻ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയതിന് ശേഷം അവിടെ ഒരു ശ്രീനാരായണ ഗുരു മഠമുണ്ട്. ഞാൻ അവിടുത്തെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ അർജുനും അവൻ്റെ അമ്മാമ്മയും അച്ഛനും എല്ലാവരും കൂടെ അവിടെ വന്നതാണ് കോഴിക്കോട് നിന്ന്. അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് അവിടെ നിൽക്കുന്ന ഈ മലയൊക്കെ കയറാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു മഠത്തിൻ്റെ ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടോപ്പ് വ്യൂ കിടിലമാണ്. അന്ന് എനിക്ക് ടൈം കിട്ടിയില്ല, അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ 2.5 മണിക്കൂർ കൂടുതലെടുക്കുക. അത് ഉച്ച ടൈമിൽ കയറുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അർജുനൊക്കെ രാവിലെയാണ് കയറിയത്, രാവിലത്തെ ടൈമിലാണ് കയറിയത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്ന് കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങാനും പറ്റി. ഉച്ച ടൈമിൽ കയറിയാൽ നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് വേറൊരു ദിവസത്തേക്ക് അവിടെ പോകാൻ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ കുറച്ച് സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു ദിവസം പോയി ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ ത്രിവേണി സംഗമം കാണാൻ പറ്റും. അതൊരു വളരെ വലിയൊരു പ്രത്യേകതയാണ്. കന്യാകുമാരി ഫുള്ള് നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരു വന്ന് തപസ് ചെയ്ത ഗുഹയൊക്കെ ഇവിടെ തന്നെയാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ചത് ഇവിടെ നിന്നാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ ചട്ടമ്പി സ്വാമികളും ഇവിടെ വന്ന് തപസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ ഒരു ഹനുമാൻ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വ്യൂ ഒരു അടിപൊളി വ്യൂ ആണ്. വെളിയിൽ നിന്നുള്ള നല്ലൊരു വ്യൂ ആണ്. നിങ്ങൾക്ക് ഒരു കുറച്ച് ഇതിപ്പം നേരം വെളുത്ത് തുടങ്ങുന്ന ടൈമാണ്. അവർ രാവിലെ കയറിയെന്ന് തോന്നുന്നു അർജുനൊക്കെ. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ നിങ്ങൾക്ക് കാണാം, ഒരു മഞ്ഞ് മൂടി കിടക്കുന്ന ഇതാണെന്ന് കാണാം. അതല്ലാതെ ഒരു കുറച്ചും കൂടെ നേരം എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ത്രിവേണി സംഗമം, അതേപോലെ തന്നെ നിങ്ങൾക്ക് കന്യാകുമാരി ഫുള്ള് ഈ ഒരു ടോപ്പ് വ്യൂ എന്ന് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് വേറൊരു ദിവസം ഇതിൻ്റെ അടുത്ത് വേറെയും കുറേ സ്ഥലങ്ങളുണ്ട്. അത് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വരണം. അന്ന് നമ്മൾ ഇങ്ങോട്ടുള്ള ട്രെക്കിങ്ങും ഒരു ഫുൾ വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഒത്തിരി കയറി പോകണം. ഞാൻ പോകുന്നില്ല ഇനിയിപ്പോൾ. ഇന്ന് നമുക്ക് വേറെ സ്ഥലമൊക്കെ പോകണ്ടേ, ഒരു ദിവസം പോകാം. അതുമാത്രമല്ല, നമ്മൾ മേളിൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്വാമിയൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി അന്നേരം പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന വഴിക്കാണ് പുള്ളിയുടെ എടുത്തത്. ഞാൻ അത് ഓർത്തില്ല. പുള്ളി എടുത്തോട്ടെന്ന് ചോദിക്കാനും മറന്നുപോയി. ഞാൻ തിരിച്ച് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, വീഡിയോ എടുക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വീഡിയോ എടുത്തൂടെന്ന് പറഞ്ഞു. പുള്ളി അവിടെ തപസ്സായിട്ട് ചെയ്യുവാണ്. അവിടെ എന്തോ പുള്ളി താമസിപ്പിക്കുകയോ അങ്ങനെ എന്താണ്ടാണ്. അതുകൊണ്ട് പുള്ളിയുടെ വീഡിയോ എടുത്തുകൂടെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഇനി ഒരു വീഡിയോ കൂടി ഇത് കിടപ്പുണ്ടെന്ന് തോന്നുന്നു, അതും കൂടെ എടുത്ത് കളയണം. ഞാൻ വീഡിയോ യൂട്യൂബിൽ ഇടുമ്പോൾ ഇടത്തില്ല. പുള്ളി അത് ഇടല്ലെന്ന് പറഞ്ഞെൻ്റെ അടുത്ത്. എനിക്ക് എൻ്റെ തെറ്റാണ്. ഞാൻ ചോദിക്കാനും വിട്ടുപോയി. എടുത്തോട്ടെന്ന് തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ ചോദിച്ചു തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു. ഇവിടെ ഒരു അമ്പലമുണ്ട്. പേരെന്താ? ബാലുസ്വാമി. തിരുവനന്തപുരം. ഞാൻ പോയിക്കോട്ടെ. ശരി. പേരെന്തായിരുന്നു കേട്ടോ? മണികണ്ഠൻ. പോയിക്കോട്ടെ. അപ്പോൾ നമ്മൾ അവിടെ നിന്നെല്ലാം ഇറങ്ങി
താഴോട്ട് പോകണം. ക്യാമറയുടെ ബാറ്ററി ഓൾമോസ്റ്റ് ഡെഡ് ആവാറായി. 10% ഉള്ളിന് 9% ഉള്ളൂ ബാറ്ററി. പിന്നെ നമ്മൾ താഴോട്ട് പോവാണ്. ഏറ്റവും ടോപ്പിലോട്ട് പോയില്ല, ടൈമും ഇല്ല, വെയിലുമാണ്, ഭയങ്കര വെയിലാണ്. ഇപ്പോഴത്തെ ചൂടിലൊക്കെ ആണെങ്കിൽ വല്ല സൂര്യാഘാതമൊക്കെ ഏൽക്കും. ഒരു 3-4 പേര് മേളിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞായറാഴ്ച ഇവിടെ ഭയങ്കര തിരക്കാന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞു ആ സ്വാമി പറഞ്ഞ് പൂജ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നല്ല വെറുത്താണ്. എന്തെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു സ്ഥലം, എൻ്റെ പ്ലാനിങ്ങിലേ ഇല്ലാത്തൊരു സ്ഥലമായത്. അന്ന് ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങാൻ നമ്മൾ കയറി വന്നതിൻ്റെ പകുതി സമയം മതി. അതാ അവിടെ നിന്ന സമയം പറഞ്ഞു. നമ്മൾ മേളിലോട്ട് കയറുവാണെങ്കിൽ 1 മണിക്കൂറാണ് എടുക്കുന്നതെങ്കിൽ താഴോട്ട് ഇറങ്ങാൻ, എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിലോട്ട് അവിടെ നിന്ന് 1 മണിക്കൂർ എടുക്കും ആ പകുതിയിൽ നിന്ന്. പിന്നെ തിരിച്ചിറങ്ങാൻ 1/2 മണിക്കൂർ എടുക്കത്തോളം എന്ന് പറഞ്ഞു. വ്യൂ നമ്മൾ താഴെ ഇറങ്ങുവാണ്. ഇതൊറ്റ വീഡിയോ ആയിട്ടായിരിക്കും വരാൻ ചാൻസ് കൂടുതൽ. മരുത്തോമലേ അങ്ങനെ അമ്പലത്തിൻ്റെ പേര്. അയ്യോ, എൻ്റെ കാല് സത്യമായിട്ടും തൊലി വലിഞ്ഞ് ഇളകുന്നു കാലിൻ്റെ. തെന്നി വീഴാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ ക്യാമറയൊക്കെ കയ്യിലിരിക്കുന്നു. ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തി. ഇനി താഴെ ചെന്നിട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാം. ചാർജില്ല, ചാർജും ഡെഡായി, ഓൾമോസ്റ്റ് ഡെഡായി. നമ്മൾ താഴെ എത്താറായി, ഒരുവിധം താഴെ എത്താറായി. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ നിർത്താം. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.